ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കവിള് വെക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. കുറച്ചുകൂടി കവിളൊക്കെ വെച്ചാൽ കൊള്ളാം, എനിക്ക് ഇച്ചിരി കവിളൊക്കെ ഒട്ടിയാണ്ടിരിക്കുന്നത്, ഒട്ടും കവിളില്ല, ഇച്ചിരി കവിള് വെച്ചാൽ കൊള്ളാം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ബിഫോർ ആഫ്റ്റർ ഫോട്ടോ ഞാനിവിടെ എവിടെയെങ്കിലും സൈഡിലായിട്ട് കൊടുക്കാം. ഞാനിത് ട്രൈ ചെയ്തതിന് ശേഷം എനിക്ക് വന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെയിറ്റ് കൂടി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇല്ലയെന്ന് പറയുന്നില്ല. ഇതിനോടൊപ്പം തന്നെ ഞാൻ എനിക്ക് തീരെ വണ്ണമില്ലായിരുന്നു, അപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ഇതിനോടൊപ്പം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ വന്നിട്ട് എന്തൊക്കെയാണ് ഞാൻ ചെയ്തതെന്നുള്ളത് വന്നിട്ട് താഴെ ഞാൻ കൊടുത്തേക്കാം. വേണമെന്നുള്ളവർ, കാണണമെന്ന് ആവശ്യമുള്ളവർ വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾക്ക് എങ്ങനെ ഫേസ് കുറച്ച് വണ്ണം വെപ്പിക്കാം, അല്ലെങ്കിൽ ഫേസ് കുറച്ച് കവിള് വെച്ച് എങ്ങനെ എടുക്കാം എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫേസ് രാവിലെയും, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വന്നിട്ട് രാവിലെയും രാത്രിയും ചെയ്യണം കേട്ടോ. 2 ടൈമിലും ചെയ്യണം. നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നത് ആ ടൈമിൽ ചെയ്താൽ മതി. ഇന്ന ടൈം എന്നൊന്നുമില്ല. ഇപ്പോൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ആണ് നിങ്ങൾക്ക് ടൈം കിട്ടുന്നതെങ്കിൽ അപ്പോൾ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എന്തായാലും രാവിലെ 2 ടൈം ചെയ്തിരിക്കണം. ഒരു ദിവസം വന്നിട്ട് 2 ടൈംസ് ചെയ്യണം. ഞാൻ 2 നേരം വന്നിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, കുറച്ച് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽ എന്തെങ്കിലും എടുക്കുക. കാര്യം നമ്മൾ നേരെ ഫേസിൽ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് ഫേസിലൊരു മസാജും കാര്യങ്ങളും കൊടുക്കാൻ പാടില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ഓയിലി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം നമ്മൾ അപ്ലൈ ചെയ്യണം. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ കോക്കനട്ട് ഓയിൽ എടുത്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന വേറെ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഞാൻ എടുത്തിരുന്നത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഫേസിൽ കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും അലർജി കാര്യങ്ങളുള്ളവരും, പിന്നെ എനിക്ക് ഓയിലൊന്നും ഇടാനേ എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞിരിക്കുന്ന കുറേ ആൾക്കാർ കാണും. ഓയിൽ ഫേസിൽ തൊടിയിക്കുന്നേ ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ വന്നിട്ട് എന്തെങ്കിലും നിങ്ങൾ കയ്യിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും മോയ്സ്ചറൈസിങ് ക്രീമോ, ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ അലോവേറ ജെല്ലോ, അങ്ങനെയുള്ള എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി. ഈ പറഞ്ഞ സംഭവങ്ങൾ എന്തെങ്കിലും എടുക്കണം. ഓക്കെ, ഇനി ബദാം ഓയിലൊക്കെ കയ്യിലുള്ളവർ, അതൊന്നും അലർജിയും കാര്യങ്ങളും ഇല്ല, യൂസ് ചെയ്യാൻ ഓക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതെടുത്തു, അതാണ് ബെസ്റ്റ്. ഓക്കെ, ബദാം ഓയിൽ ബെസ്റ്റാണ് കേട്ടോ. അപ്പം എന്തെങ്കിലും ഓയിൽ നമ്മൾ കയ്യിലെടുക്കുക. അത്യാവശ്യം നല്ല രീതിക്ക് നല്ലൊരു ക്വാണ്ടിറ്റിയിൽ എടുക്കുക. അതായത് ഇങ്ങനെ ഒരു ഒഴുക്കുണ്ടാവണം ഫേസിൽ വന്നിട്ട്, ഭയങ്കര ഒരു ഓയിൽനെസ് അതുണ്ടാവണം. ഇപ്പം ഫേസിലേക്ക് കുരുക്കളൊക്കെ ഉള്ളവരാണ്, ഭയങ്കര മുഖക്കുരുവൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ നിൽക്കേണ്ട. കാര്യം ചിലപ്പോൾ വന്നിട്ട് ഈ കുരുക്കൾ കൂടാനുള്ള സാധ്യതകളുണ്ട്. കുരു ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ചെയ്ത് നോക്കാം. അപ്പം ഫസ്റ്റ് ഈ ഓയിൽ എടുക്കുക. ഓയിൽ എടുത്തതിന് ശേഷം, ഞാൻ ഓയിൽ ഇപ്പോൾ എടുക്കുന്നില്ല, കാര്യം ഞാനൊരു സ്ഥലം വരെ വീഡിയോ എടുത്തതിന് ശേഷം എനിക്ക് പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓയിൽ ഇപ്പോൾ കയ്യിലെടുക്കുന്നില്ല. ഓക്കെ, ഓയിൽ എടുക്കുക. ഞാൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ എടുത്തത്. ഓയിൽ എടുക്കുക, അത്യാവശ്യം നല്ല രീതിക്ക് എടുക്കുക. എന്നിട്ട് നല്ല രീതിക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ കയ്യിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഫേസ് ഇങ്ങനെ ഫസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നന്നായിട്ടൊരു 15 ടൈം, ഒരു 50 ടൈംസ് നിങ്ങളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒരു 15 ടൈംസ് വന്നിട്ട് ഇങ്ങനെ മസാജ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെ ഇത് ചെയ്തല്ലോ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ കൈ രണ്ടും ഇങ്ങനെ ചുരുട്ടി പിടിക്കുക. ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ഇവിടെയൊക്കെ ഓയിൽ ഉണ്ടാവണം കേട്ടോ കയ്യിൽ. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതും നേരത്തെ ചെയ്തതുപോലെ തന്നെ സെയിം പാറ്റേണിൽ 50 ടൈംസ് ഇങ്ങോട്ട് ചെയ്യുക, തിരിച്ച് 50 ടൈംസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ചെയ്യുക. അതിനുശേഷം വന്നിട്ട് നമ്മുടെ സ്കിന്ന് വന്ന് ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ മേളിലേക്ക് അപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ഒരു 50 ടൈംസ് ചെയ്യുക. ഈ ഒരു സൈഡ് ചെയ്തതിന് ശേഷം അടുത്ത സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ടും അതേപോലെ തന്നെ ഇങ്ങനെ ഒരു 50 ടൈംസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ വിരൽ ഇതിങ്ങനെ എടുക്കുക. ഈ 2 പേർ കാണുന്നുണ്ടല്ലോ അല്ലേ, ഈ 2 പേരിൽ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇവിടെ ഒത്തിരി ഇങ്ങനെ അമർത്തി പിടിച്ച് ചെയ്യരുത് കേട്ടോ, ഭയങ്കര ലൈറ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ആ ഒരു ഇതിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഇതും വന്നിട്ടൊരു 50 ടൈംസ് ഇങ്ങനെ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് അതിന് ശേഷം വന്നിട്ട് നമ്മുടെ കവിളിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കുക. ഒത്തിരി ഇങ്ങനെ വലിച്ച് പിടിക്കാനല്ല, ടൈറ്റിൽ ചെയ്ത് പിടിക്കാനല്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്നാക്കിയിട്ട് വിട്ട് കളയുക. അതും ഒരു 50 ടൈംസോളം ചെയ്യുക.
ഇങ്ങനെ ഒരു 50 ടൈംസ് ചെയ്യുക. ഓക്കെ, കയ്യിൽ ഞാൻ പറഞ്ഞില്ല, ഫേസിലും കയ്യിലും നന്നായിട്ട് ഓയിലും കാര്യങ്ങളും ഉണ്ടാവണം നമ്മുടെ കയ്യിൽ. അപ്പോഴേ നമ്മൾ അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റ് ആയിപ്പോകും നമ്മൾ ചെയ്യുന്നത് ചിലപ്പം. ഇതാകുമ്പോൾ ആ ഓയിൽ ഉള്ളതുകൊണ്ട് ആ ഒരു പാകത്തിന് നമ്മൾ വലിച്ചെടുക്കത്തുള്ളൂ. അപ്പോൾ ഈ രീതിക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് വിട്ടുകളെ. നമ്മൾ പിച്ചത്തില്ലേ, കുഞ്ഞു പിള്ളേരെ കവള കാണുന്ന നമ്മളിങ്ങനെ പിടിക്കത്തില്ല, അതുപോലെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് വിട്ടുകളയുക. ഓക്കെ, അതും ഒരു 15 ടൈംസ് ചെയ്യണം. പിന്നെ വന്നിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഫേസ് മൊത്തത്തിൽ ജസ്റ്റ് ഇങ്ങനൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതൊരിക്കലും താഴേക്ക് ചെയ്യരുത്, ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ചെയ്യാവുള്ളൂ കേട്ടോ, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കണ്ടിന്യൂസ് വന്നിട്ട് ഒരു 1 മന്ത് ചെയ്ത് നോക്ക്, എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകും. എൻ്റെ ബിഫോർ ആഫ്റ്റർ ഫോട്ടോ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ആഡ് ചെയ്യാം. ഞാനിത് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള എനിക്ക് ചേഞ്ചസ് വന്നിട്ടുള്ള ഫോട്ടോസ് വന്നിട്ട് ഞാൻ ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരേക്കും ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് താഴത്ത് വന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് എന്നോടുകൂടി നിങ്ങളുടെ ആ ഒരു ട്രൈ ചെയ്ത് കിട്ടിയ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലയോ എന്നൊക്കെയുള്ളത് വന്നിട്ട് താഴത്ത് വന്നിട്ട് കമൻറ്റ് ചെയ്യുക, എൻ്റെ അടുത്തോട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.